എന്റെ ശബ്ദം കേൾക്കൂ. ജീവിതത്തിൽ നീ തളർന്നിരിക്കുകയാവാം. വിശ്വാസം എന്നത് കാണാത്ത കാര്യങ്ങളിലുള്ള ഉറപ്പാണ്. ദൈവത്തിൽ വിശ്വസിക്കുക. വിശ്വാസത്തോടെ നടക്കുക. പ്രവർത്തികളില്ലാത്ത വിശ്വാസം നിർജീവമാണ്. മരിച്ചതിനെ ഉയിർപ്പിക്കുന്നവനാണ്. ഭയപ്പെടേണ്ട. എന്നിൽ വിശ്വസിക്കുന്നവന് അസാധ്യമായി ഒന്നുമില്ല. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഭാരമേറിയ ഹൃദയവുമായി നിൽക്കുന്ന നിങ്ങളോട്, അതെ, നിങ്ങളോട് തന്നെ എനിക്ക് ചിലത് പറയാനുണ്ട്. അശാന്തിയുടെ ഈ ലോകത്ത് സത്യത്തിലേക്കും നിത്യമായ സമാധാനത്തിലേക്കുമുള്ള ആ വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ ഹൃദയം കലങ്ങേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്ന് നിങ്ങളോട് പറയുമായിരുന്നോ? ഞാൻ പോയി നിങ്ങൾക്ക് ഇടമൊരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. ഞാൻ എവിടേക്കാണ് പോകുന്നതെന്നോ വഴി എങ്ങനെ അറിയുമെന്നോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ ഇതോർക്കുക, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവിടുത്തെ അറിയുന്നു, കണ്ടുമിരിക്കുന്നു. പിതാവിനെ ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നാൽ മതിയെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത്രകാലം ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നിങ്ങൾ എന്നെ തിരിച്ചറിയുന്നില്ലേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ എങ്ങനെ നിങ്ങൾ പിതാവിനെ കാണിച്ചു തരിക എന്ന് ചോദിക്കുന്നു? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല. എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നാണെന്നാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന എന്റെ വാക്ക് വിശ്വസിക്കുവിൻ. അല്ലെങ്കിൽ എന്റെ പ്രവൃത്തികൾ നിമിത്തമെങ്കിലും വിശ്വസിക്കുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. അതിനേക്കാൾ വലിയ പ്രവൃത്തികളും അവൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പ്രമാണിക്കുവിൻ. ഞാൻ പിതാവിനോട് അപേക്ഷിക്കും. അവിടുന്ന് നിങ്ങൾക്ക് എന്നേക്കും കൂടെയിരിക്കേണ്ടതിന് സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ നൽകും. ലോകത്തിന് അവനെ കാണാനോ അറിയാനോ കഴിയില്ല. എന്നാൽ അവൻ നിങ്ങളോടുകൂടെ വസിക്കുന്നതുകൊണ്ട് നിങ്ങൾ അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറച്ചു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല. എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. അന്ന് ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ തിരിച്ചറിയും. നിങ്ങൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഞാൻ ലോകത്തിനല്ല നിങ്ങൾക്ക് മാത്രം എന്നെ വെളിപ്പെടുത്തുന്നത് എന്ന്? എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസമുറപ്പിക്കും. എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പാലിക്കുന്നില്ല. ഈ വചനങ്ങൾ എന്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങൾക്കെല്ലാം ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും ഓർമ്മിപ്പിക്കുകയും ചെയ്യും. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം നൽകുന്നതുപോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭയപ്പെടുകയുമരുത്.
ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത ഓരോ ശാഖയെയും അവിടുന്ന് മുറിച്ചു നീക്കുന്നു. കായ്ക്കുന്നതിനെയെല്ലാം അധികം ഫലം നൽകേണ്ടതിന് അവിടുന്ന് ശുദ്ധീകരിക്കുന്നു. എന്റെ വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ തന്നെ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. വള്ളിയിൽ വസിക്കാതെ ശാഖയ്ക്ക് സ്വയമായി ഫലം കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കാതെ നിങ്ങൾക്കും കഴിയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാകുന്നു. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ധാരാളം ഫലം കായ്ക്കും. കാരണം എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തു തന്നെയായാലും ചോദിക്കുവിൻ, അത് നിങ്ങൾക്ക് ലഭിക്കും. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കേണ്ടതിനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിനുമാണ് ഞാനിത് പറയുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നതാണ് എന്റെ കൽപ്പന. തന്റെ സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം മറ്റൊന്നില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നവ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാണ്. യജമാനൻ ചെയ്യുന്നത് എന്തെന്നറിയാത്ത ദാസന്മാരെന്നല്ല, മറിച്ച് എന്റെ പിതാവിൽ നിന്ന് കേട്ടതൊക്കെയും നിങ്ങളെ അറിയിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂട്ടുകാർ എന്ന് വിളിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിയമിച്ചതാണ്. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനുമാണിത്. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവിൻ, ഇതാണ് എന്റെ കൽപ്പന. ലോകം നിങ്ങളെ വെറുക്കുന്നുവെങ്കിൽ അതാദ്യം എന്നെ വെറുത്തു എന്നോർക്കുവിൻ. നിങ്ങൾ ലോകത്തിൻ്റേതല്ല, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ടാണ് ലോകം നിങ്ങളെ വെറുക്കുന്നത്. അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. എന്നെ അയച്ചവനെ അവർ അറിയാത്തതുകൊണ്ട് എന്റെ നാമം നിമിത്തം അവർ ഇതൊക്കെയും ചെയ്യും. അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന് എഴുതിയിരിക്കുന്നത് ഇതിലൂടെ നിവൃത്തിയാകുന്നു. എന്നാൽ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദിമുതൽ എന്നോടുകൂടെയുള്ളതുകൊണ്ട് എന്നെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ വചനങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വസിക്കട്ടെ. ലോകം നൽകുന്നതുപോലെയല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഭയപ്പെടേണ്ട, നിങ്ങൾ തനിച്ചല്ല. ലോകത്തിന്റെ അന്ത്യത്തോളം ഞാൻ നിങ്ങളോടുകൂടെയുണ്ട്. എന്റെ സ്നേഹത്തിൽ വസിക്കുവിൻ, പരസ്പരം സ്നേഹിക്കുവിൻ. എന്റെ സമാധാനം നിങ്ങളോടുകൂടെയിരിക്കട്ടെ.